പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ പ്രാന്തപ്രദേശമായ വെങ്ങാനൂരിൽ അതിബുദ്ധിമതിയായ ഒരു യുവതി നടത്തിയ സ്വർണ്ണ പണയ തട്ടിപ്പ്, അതിൽ ജീവൻ വെടിഞ്ഞ 2 യുവതികളുമാണ്. വിഴിഞ്ഞത്തെ സൂര്യ ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 പെൺകുട്ടികളെ മുൻപ് സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന സിന്ധു എന്ന വെങ്ങാനൂരിലെ തന്നെ പനങ്ങോട് സ്വദേശിയായ സ്ത്രീ സ്വാധീനിക്കുകയും അവരിൽ നിന്ന് ആ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൽ മറ്റുള്ളവർ പണയം വച്ചിരിക്കുന്ന പണയ സ്വർണം KSFയിലും മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും വച്ച് കുറഞ്ഞ പലിശ ഈടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ സ്ത്രീകളിൽ നിന്നും ഏകദേശം 70 ലക്ഷത്തോളം രൂപയുടെ 70 പവൻ സ്വർണമാണ് ഇവര് കൈക്കലാക്കിയത്. എന്നിട്ട് ഇവർ മുങ്ങുകയും തിരിച്ച് അമേരിക്കയിൽ പോയിട്ട് അവർ തിരിച്ചു വരികയും ചെയ്ത സമയത്ത് വിഴിഞ്ഞം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുക. ഇതില് തട്ടിപ്പിനിരയായി 70 ലക്ഷം രൂപയുടെ ബാധ്യതയിൽ വന്ന സ്ത്രീകൾ 2 പേരും പാനീയത്തിൽ വിഷം കലർത്തി കുടിച്ച് മരിക്കുകയുണ്ടായി. ഒരാൾ ഇന്നാണ് മരിച്ചത്, ഒരാൾ 2 ദിവസം. വളരെ തുച്ഛമായ ശമ്പളത്തില് ജോലി ചെയ്യുന്ന ഈ സ്ത്രീകളെ ഇത്തരം കൊടും വഞ്ചന കാണിച്ച് ചതിച്ച സിന്ധു എന്ന് പറയുന്ന സ്ത്രീ ഒരു ചെറിയ മീനല്ല. ഇവരുടെ പേരിൽ തന്നെ 2 മുക്കുപണ്ടം പണയം വെച്ച കേസ് അതിന് തൊട്ടടുത്ത കോവളം പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റ് വഞ്ചന കേസുകൾ ഇവരെ അറസ്റ്റ് ചെയ്ത മലയങ്കേഴി പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റു പലരിൽ നിന്നും 41 പവൻ സ്വർണം മോഷ്ടിച്ചെന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരുടെ തട്ടിപ്പിനിരയായ മറ്റു സ്ത്രീകൾ സ്വർണ്ണപ്പണയ സ്ഥാപനങ്ങളെ സമീപിക്കുകയും അവരുടെ സ്വർണം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന തത്രപ്പാടിലാണ്. ഇതുകൂടാതെ മറ്റു പലരിൽ നിന്നും വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് ഭീമമായ തുക ഇവർ ലോൺ എടുത്തതിന് ശേഷം തുച്ഛമായ തുക ഈ വസ്തു ഉടമകൾക്ക് നൽകി അവർക്ക് അധിക ബാധ്യതകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്തായാലും ഈ സ്ത്രീയുടെ വലയിൽ പെട്ടുപോയവർ പോലീസിനെ സമീപിക്കുന്നുണ്ട്. കൂടുതൽ കേസുകൾ നിയമം വിഴിഞ്ഞം കോവളം സ്റ്റേഷനുകളിലെ കൂടുതൽ പരാതിക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് വിവരം. എന്തായാലും ഈ സ്ത്രീയെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ സ്ത്രീയുടെ തട്ടിപ്പിനെ പറ്റി പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.